കൂട്ടുകാരെ, എല്ലാവർക്കും നീച്ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. പ്രഗ്നൻ്റ് ആകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കഴിക്കേണ്ടതും അവോയ്ഡ് ചെയ്യേണ്ടതുമായിട്ടുള്ള ഫ്രൂട്ട്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. ഒരുപാട് പേർക്ക് സംശയമാണ് എന്തെല്ലാം കഴിക്കണം, എന്തെല്ലാം കഴിക്കാൻ പാടില്ല, ഇത് കഴിച്ചാൽ പ്രശ്നം ഉണ്ടാവും, അത് കഴിച്ചാൽ പ്രശ്നം ഉണ്ടാവും, അങ്ങനെ പല സംശയങ്ങൾ പലർക്കും ഉണ്ട്. അപ്പോൾ ഏതെല്ലാം ഫ്രൂട്ട്സ് കഴിക്കണമെന്ന് നമുക്ക് നോക്കാം, ഏതെല്ലാം ഫ്രൂട്ട്സാണ് അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിക്കേണ്ട ഫ്രൂട്ട്സിൽ ഏറ്റവും ആദ്യത്തെ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് വാട്ടർമെലൺ അല്ലെങ്കിൽ തണ്ണിമത്തൻ എന്ന് പറയുന്നത്. ഈസിലി ഒരുപാട് ഫ്രൂട്ട് ഷോപ്പിലെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് വാട്ടർമെലൺ എന്ന് പറയുന്നത്. വാട്ടർമെലൺ നമുക്കറിയാം കൂടുതലും വാട്ടർ കണ്ടന്റ് ആണ് അതിലുള്ളത്. ഇത് സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലടങ്ങിയിട്ടുള്ള വൈറ്റലായിട്ടുള്ള ന്യൂട്രിയൻസ് നിങ്ങളുടെ അണ്ടത്തിന്റെ വളർച്ചയെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഏകദേശം ഓവുലേഷൻ അടുക്കുന്ന സമയങ്ങളിലൊക്കെ, അതുപോലെ തന്നെ ഓവുലേഷന് മുൻപുള്ള ഒരു എഗ്ഗ് ഗ്രോ ആകുന്ന സമയത്തൊക്കെ നിങ്ങളിത് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ സെർവിക്കൽ മ്യൂക്കസിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. സെർവിക്കൽ മ്യൂക്കസ് ശരീരത്തിൽ കൂടുകയാണെങ്കിൽ ശരീരത്തിലോട്ട് എത്തുന്ന സെമന് കുറച്ചും കൂടി നാൾ നമ്മുടെ ആ ബോഡിയിൽ ഹെൽത്തി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി അതിലൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാട്ടർമെലൺ നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഒരു ദിവസം ഒരു പീസ് വീതം നിങ്ങൾ എടുത്താൽ മതിയായിരിക്കും. ബെനിഫിറ്റ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് വാട്ടർമെലൺ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ള വിറ്റമിൻസ് മൂലം നിങ്ങളുടെ ആ ഒരു ഡൈജഷനൊക്കെ കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടും മോഷനൊക്കെ കൃത്യമായിട്ട് പോകുന്നതിന് വേണ്ടിയിട്ടും അത് സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ പീരിയഡ്സിൻ്റെ സെക്കൻഡ് ഡേ മുതൽ നിങ്ങൾക്കിത് എടുക്കാവുന്നതാണ്. കൂടുതലായിട്ട് എടുത്താലും പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ കഴിക്കേണ്ടതാണ് പേരയ്ക്ക. പേരയ്ക്കയും പേരയ്ക്കയുടെ ഇലയും നിങ്ങൾക്ക് ഒരുപാട് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ്. ഇത് അണ്ടത്തിൻ്റെ ഗ്രോത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു സൂപ്പർ ഫ്രൂട്ടാണ് കേട്ടോ പേരയ്ക്ക എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരുപാട് ഉപയോഗിക്കാവുന്നതാണ്. കാരണം നല്ല ഹെൽത്തിയാണ്. വീട്ടിൽ വളർന്നു വരുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ഒരുപാട് കെമിക്കലൊന്നും നമ്മൾ യൂസ് ചെയ്യില്ലല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ പുറത്തുനിന്ന് മേടിച്ചിട്ടാണെങ്കിലും പീരിയഡ്സിൻ്റെ ആ ഒരു സമയത്ത് മുതലൊക്കെ, പീരിയഡ്സിൻ്റെ സെക്കൻഡ് ഡേ തുടങ്ങുന്ന ഒരു സമയം നമ്മുടെ ക്വാളിറ്റിയുള്ള അണ്ടം പ്രൊഡ്യൂസ് ആകാനായിട്ട് തുടങ്ങുന്ന സമയമാണ്. ആ സമയത്തൊക്കെ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും അണ്ടത്തിൻ്റെ വളർച്ച നല്ലതുപോലെ നടക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നു. മൂന്നാമത്തെ കാറ്റഗറിയിൽ പെടുന്നതാണ് ബെറീസ്. സ്ട്രോബെറി ആണെങ്കിലും റാസ്ബെറി ആണെങ്കിലും ഒക്കെ അങ്ങനെ ബെറീസിൻ്റെ കാറ്റഗറിയിൽ പെടുന്ന ഐറ്റംസ് ഒക്കെ തന്നെ നിങ്ങളിൽ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ്. ഇവയിൽ അടങ്ങിയിട്ടുള്ള വിറ്റമിൻ സിയും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള മറ്റുള്ള ന്യൂട്രിയൻസും ഒക്കെ ഫെർട്ടിലിറ്റിയെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. സ്ട്രോബെറിയും അതുപോലെ റാസ്ബെറിയും ഒക്കെ നിങ്ങൾ എക്സ്പെൻസീവ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ എക്സ്പെൻസീവ് അല്ലാത്ത ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇത് ഏകദേശം പീരിയഡ്സിൻ്റെ സെക്കൻഡ് ഡേ മുതൽ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയമാണ് നമുക്ക് അണ്ടം വളർന്ന് തുടങ്ങുന്ന സമയം. ആ റൂട്ടിൽ നിന്ന് തന്നെ നമ്മൾ ഗുണം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ വിറ്റമിൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പത്തിൽ അണ്ടം വളരാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നു. അടുത്തൊരു കാറ്റഗറിയിൽ പെടുന്നവയാണ് സിട്രസ് ഫ്രൂട്ട്സ്. ഓറഞ്ച്, മുസംബി അങ്ങനെ സിട്രസ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വിറ്റമിൻ സിയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ് തിക്കണായിട്ട് വളരുന്നതിനും ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് സഹായിക്കുന്നു. ബ്ലഡ് സർക്കുലേഷൻ ശരീരത്തിൽ പ്രോപ്പറായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ആ കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ ഗുണവും അതുപോലെ നിങ്ങളുടെ എംബ്രിയോ വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ആ രക്തത്തിലൂടെയുള്ള ഗുണങ്ങളെല്ലാം ശരീരത്തിലോട്ട് എത്തുകയുള്ളൂ. ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടക്കാത്തത് കൊണ്ട് മിസ്കാരേജ് ഉണ്ടാകുന്ന പല കേസുകളുണ്ട്. അതെല്ലാം ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഫ്രൂട്ട്സ് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതോടൊപ്പം ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന എക്സസൈസുകളും നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഗുണം തരുന്ന എന്നാൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒന്നാണ് അവോക്കാഡോ എന്ന് പറയുന്നത്. അവോക്കാഡോ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ പലരും അത് പ്രിഫർ ചെയ്യാറില്ല. ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രൂട്ടാണ് അവോക്കാഡോ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് അവോക്കാഡോ കഴിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പലരും ഷേക്ക് അടിച്ചിട്ട് സ്മൂത്തീസിലൊക്കെ ആഡ് ചെയ്തിട്ടാണ് അവോക്കാഡോ കഴിക്കാറ്. അങ്ങനെയും നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അടുത്തൊരു കാറ്റഗറിയിൽ വരുന്നതാണ് ബനാന. ഏത് തരത്തിലുള്ള പഴങ്ങളും ബനാനയും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. വാഴപ്പഴവും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അതിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉള്ളത് റെഡ് ബനാനയാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 20 പേര് ഒരു മാസം കൊണ്ട് പ്രഗ്നൻ്റ് ആയി എന്ന് പറഞ്ഞിട്ട്. അതിൽ പലരും യൂസ് ചെയ്ത ഒരു ടിപ്പെന്ന് പറയുന്നത് റെഡ് ബനാനയാണ്. ചുവന്ന ചെങ്കതലി പഴം എന്ന് പറയും, നമുക്ക് കപ്പപ്പഴം എന്നൊക്കെ അതിനെ പറയും. ഇത് ഈസിലി നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഫ്രൂട്ട് ഷോപ്പിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ഈ കപ്പപ്പഴം പുരുഷനും സ്ത്രീയും കഴിക്കുന്നത് രണ്ടുപേരുടെയും ഫെർട്ടിലിറ്റിയെ ഒരുപാട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇതും നിങ്ങളുടെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിനും എഗ്ഗിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ പുരുഷന് സെമൻ്റെ ഗ്രോത്തും ക്വാളിറ്റിയും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു.
ഇൻ കേസ് നിങ്ങളുടെ ഹസ്ബൻഡിന് യാതൊരു തരത്തിലുള്ളൊരു പ്രശ്നവും ഇല്ല എങ്കിൽ സെമൻ അനാലിസിസ് ചെയ്തിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിലും ഈ ഒരു കപ്പപ്പഴം എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെയും മോട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനും മോർഫോളജി കൃത്യമാക്കുന്നതിനും DNA സ്ട്രക്ചറൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുമൊക്കെ ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ സ്ത്രീകളും ഒരു ദിവസം 1 എന്ന കണക്കിൽ നിങ്ങൾ എടുക്കുക. ഇതുപോലുള്ള ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ കഴിക്കാനായിട്ട് പറയുമ്പോഴേക്കും ഗുണമുള്ള ഫ്രൂട്ട്സ് ആയതുകൊണ്ട് ഒരു ദിവസം ഒറ്റയിരിപ്പിൽ നിന്ന് കുറച്ചധികം കഴിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. വിറ്റാമിൻ സി കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ആണെങ്കിലും, അതായത് ഇപ്പോൾ സ്ട്രോബെറീസ് ആണെങ്കിലും, അല്ലെങ്കിൽ റാസ്ബെറി ആണെങ്കിലും, അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ റെഡ് ബനാന ആണെങ്കിലും ഓറഞ്ച് ആണെങ്കിലും ബെനിഫിറ്റ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ദിവസം ഒറ്റ സ്ട്രെച്ചിൽ ഇരുന്നിട്ട് 5 or 6 ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ഒരു ദിവസം 2 എണ്ണം എന്ന കണക്കിന് നിങ്ങൾ എടുക്കുന്നതായിരിക്കും ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഗുണമുള്ളത്. അടുത്തതാണ് ആപ്പിൾ നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. നല്ല ക്വാളിറ്റി ഉള്ള ആപ്പിൾ മേടിച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. ആപ്പിൾ കഴിക്കുന്നത് നിങ്ങളുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഒരു ദിവസം ഒരുപാട് ആപ്പിൾ കഴിക്കരുത്. ആപ്പിൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്, അതായത് വയറ്റിൽ നിന്ന് പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ആപ്പിൾ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് നേരം വെള്ളത്തിൽ വെച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വെള്ളത്തിൽ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു അഴുക്കൊക്കെ ഒന്ന് നല്ലപോലെ പോയിട്ട് വേണം തൊണ്ടോടുകൂടി കഴിക്കാൻ കേട്ടോ. ആപ്പിൾ തൊണ്ടോടുകൂടി കഴിക്കുന്നത് നല്ലതാണ്. അങ്ങനെ കഴിക്കാനായിട്ട് ഇപ്പോൾ പൊടി ഉണ്ടാവും, അഴുക്കുണ്ടാകും അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെത്തിയിട്ട് കളഞ്ഞിട്ടാണെങ്കിലും കഴിക്കുക. എങ്ങനെയാണ് നിങ്ങൾ കംഫർട്ടബിൾ അങ്ങനെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇത്രയുമാണ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഫ്രൂട്ട്സ്. ഇത് മാത്രമല്ല ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം, പക്ഷേ കഴിക്കുന്നതിൻ്റെ അളവ് നിങ്ങൾ തന്നെ നിയന്ത്രിക്കണമെന്ന് മാത്രം. ഗുണങ്ങളുണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ഫ്രൂട്ട്സ് നിങ്ങൾ കഴിക്കേണ്ട ആവശ്യമില്ല, ഒരുപാട് ക്വാണ്ടിറ്റി നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. ഇത്രയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് തരുന്ന ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അവോയ്ഡ് ചെയ്യേണ്ടത് പച്ച ഫ്രൂട്ട്സ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. പച്ച ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് പഴുക്കാത്ത ഫ്രൂട്ട്സ് ഉണ്ടാവുമല്ലോ, അത് നിങ്ങൾ കഴിക്കാതിരിക്കുക. കൂടുതൽ പഴുക്കാത്ത ഫ്രൂട്ട്സ് നമ്മുടെ ആ ഒരു ദഹനത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഫെർട്ടിലിറ്റിക്കും നല്ലതല്ല എന്നല്ല, എന്നാലും അത് ബെനിഫിറ്റ് കൂടുതലായിട്ട് കൊണ്ടുവന്ന് തരുന്നില്ല. അതുകൊണ്ട് പച്ചയായിട്ടുള്ള ഫ്രൂട്ട്സ് നിങ്ങൾ കഴിക്കേണ്ട. ഏത് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിലും അത് പഴുത്ത് കഴിക്കാൻ പാകത്തിനായിട്ട് എത്തുമ്പോൾ നിങ്ങൾ ഉപയോഗിച്ചാൽ മതിയായിരിക്കും കേട്ടോ. അടുത്തത് നമ്മൾ ഏറ്റവും കൂടുതൽ എല്ലാവരും കേട്ടിട്ടുള്ള 2 ഫ്രൂട്ട്സാണ് പൈനാപ്പിളും പപ്പായയും. ഈ പൈനാപ്പിൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 ദിവസം വരെ അല്ലെങ്കിൽ ഒരു 5 ദിവസം വരെ പൈനാപ്പിളിൻ്റെ കോർ ഉൾപ്പെടെ അതെടുക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ ആ ഒരു എൻഡോമെട്രിയൽ ലൈനിങ് ഒക്കെ കൃത്യമായിട്ട് പോകുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. പക്ഷേ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ആ 6 ഡേയ്സിന് മുതൽ നിങ്ങൾ അങ്ങോട്ടേക്ക് പൈനാപ്പിൾ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് പൈനാപ്പിൾ ലവേഴ്സ് ഉണ്ടാകും, പൈനാപ്പിൾ ഒരുപാട് ഇഷ്ടമുള്ളവരുണ്ടാകും. പക്ഷേ അങ്ങനെയൊക്കെ വന്നിട്ട് നമ്മൾ പൈനാപ്പിൾ കൂടുതലായിട്ട് കഴിക്കുന്നത് ഇത് ബ്രോമലിൻ എന്ന് പറയുന്ന ഒരു എൻസൈം നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നതിനും യൂട്രസിൽ കോൺട്രാക്ഷൻസ് ഉണ്ടാകുന്നതിനും കാരണമാകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് പീരിയഡ്സ് എൻ്റെ ഫീഡിങ് നിർത്തിയതിന് ശേഷം പീരിയഡ്സ് കുറച്ച് ഇറഗുലർ ആയിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഏകദേശം 30 ഡേയ്സിൻ്റെ സൈക്കിളായിരുന്നു. അത് കയറി 26 ദിവസം 25 ദിവസമൊക്കെ ആയിട്ട് പീരിയഡ്സ് വരാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ ഒരു മാസം എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതായത് നമുക്ക് അമ്പലത്തിൽ പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് ലാസ്റ്റ് ഡേറ്റിലൊക്കെ. അപ്പോൾ പീരിയഡ്സ് ഒന്ന് നേരത്തെ കൊണ്ടുവരാനായിട്ട് ഞാനിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആകുമല്ലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വന്നപ്പോഴേക്കും ഞാൻ ഒരു ദിവസം ഇരുന്നിട്ട് ഒരു പൈനാപ്പിൾ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മീഡിയം സൈസ് അല്ല, കുറച്ചൊരു വലിയ സൈസ് പൈനാപ്പിൾ മേടിച്ചിട്ട് അതിൻ്റെ 3/4 ഭാഗവും ഞാൻ ഒറ്റ ഇരിപ്പിലിരുന്ന് കഴിച്ചായിരുന്നു കേട്ടോ. എന്തോ അതിൻ്റെ ആ ഒരു സാധനമൊക്കെ ചെത്തിക്കളഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ചുറ്റുമുള്ള സാധനമൊക്കെ ഇല്ലേ, മുള്ളു പോലത്തെ സാധനമൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞിട്ട് ഞാൻ ജ്യൂസ് അടിച്ചിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. ജ്യൂസ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മെജോറിറ്റിയും അതിലോട്ട് അങ്ങോട്ട് എത്തുമല്ലോ, വെള്ളമൊന്നും അധികം ചേർത്തില്ല. ജ്യൂസ് അടിച്ച് അങ്ങോട്ട് കുടിച്ചിട്ട് അതിൻ്റെ ഒരു ഈവനിങ് ആയപ്പോഴേക്കും ചെറിയ ചെറിയ കറ പോലെയൊക്കെ വന്നു, അതായത് സ്പോട്ടിങ് പോലെയൊക്കെ വന്നു. അതിനുശേഷം പിറ്റേ ദിവസം തന്നെ എനിക്ക് ബ്ലീഡിങ് വന്നു. ഇതിങ്ങനെ വന്നത് ഞാൻ പ്രഗ്നൻസി ആയിട്ട് അത് കളയുന്നതുകൊണ്ടല്ല അങ്ങനെ വരുന്നത് കേട്ടോ. അങ്ങനെ നിങ്ങൾ ചിന്തിക്കണം. ഒരുപാട് പേര് പ്രഗ്നൻസി കളയാൻ വേണ്ടിയിട്ട് പൈനാപ്പിൾ ഒരുപാട് എടുത്ത് കഴിക്കുന്നവരുണ്ട്. പീരിയഡ്സ് നമുക്ക് വരാറായി കഴിഞ്ഞാൽ അത് വരാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. പിന്നെ ഓരോരുത്തരുടെ യൂട്രസിൻ്റെ കണ്ടീഷൻ ഡിഫറെൻ്റ് ആയതുകൊണ്ട് ചിലർക്ക് ഇത് മൂലം യൂട്രസിൻ്റെ ലൈനിങ് ഒന്ന് കോൺട്രാക്ഷൻസ് ഉണ്ടാകുന്നതിനും പീരിയഡ്സ് വേഗം വരുന്നതിന് കാരണമാകും. അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് നിങ്ങൾ എടുക്കേണ്ട. അതുകൊണ്ടാണ് പറയുന്നത് പൈനാപ്പിൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ പച്ചപ്പപ്പായയിൽ അടങ്ങിയിട്ടുള്ള അതിൻ്റെ ആ ഒരു ശരീരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ആ ഒരു ഫെർട്ടിലിറ്റി അഫക്റ്റ് ചെയ്യും, പീരിയഡ്സ് പെട്ടെന്ന് വരാനായിട്ട് കാരണമാകും കേട്ടോ. ഈ 2 കാര്യങ്ങളും നിങ്ങൾ മസ്റ്റായിട്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മുഴുവനായിട്ട് പഴുക്കാത്ത പഴങ്ങൾ ഉപയോഗിക്കാതിരിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കുക. ഓവറായിട്ട് മാംഗോയും നിങ്ങൾ കഴിക്കാതിരിക്കുക. കാരണം മാംഗോ നമ്മുടെ ശരീരത്തിൽ ചൂട് നല്ലതുപോലെ ഇൻക്രീസ് ആക്കും. അതുകൊണ്ട് അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിലോ, നമ്മൾ തമ്മിൽ ഓൾറെഡി ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടും അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിലോ, ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതിനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതായത് ജനുവരിയിൽ നിങ്ങൾക്ക് ഒരു 1-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ, ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് 2-ാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ, ജനുവരി 1-നെ ഡേ 1 ആയിട്ട് എടുത്ത് ഫെബ്രുവരി 2 വരെ എത്ര ദിവസമുണ്ടോ അത് എണ്ണി പറയുന്നതാണ് സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ബ്ലീഡിങ് നടന്ന ദിവസം നിങ്ങൾ എടുത്താൽ മതിയാകും. സ്പോട്ടിങ് നടന്ന ദിവസം, അതായത് ചെറുതായിട്ടുള്ള ബ്രൗൺ ഡിസ്ചാർജോ ബ്രൗൺ കളറുള്ള സ്പോട്ടിങ്ങോ വന്ന ദിവസം നിങ്ങൾ എടുക്കേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, സൈക്കിൾ ലെങ്ത് ചോദിക്കുന്ന സമയത്ത് എന്നാണോ ഡേറ്റ് അത് നിങ്ങൾ മെൻഷൻ ചെയ്യാതിരിക്കുക. അതായത് ചില ആളുകൾ ജനുവരി 16, ഫെബ്രുവരി 14 അങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.